ദൈവജനമേ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി പല ഘട്ടങ്ങളിലായി വിവിധ രീതികളിലായി ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. എന്നാൽ ഈ അവസാന നാളുകളിൽ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. ഓരോ മനുഷ്യനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് വചനത്തിലൂടെ നമ്മോട് സംവദിക്കുന്നു. കർത്താവിൻ്റെ ഓരോ പ്രവർത്തനവും അത്യുത്തമവും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര നിഗൂഢവുമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുമ്പോൾ ആ നിഗൂഢത നമ്മൾക്ക് സാധാരണമായി മാറുന്നു. അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു എന്ന് യോഹന്നാൻ 9:5 സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവജനമേ, അനേകം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിലും തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണുകളിൽ പൂശുന്നു. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രവൃത്തി. എന്നാൽ ആ പ്രവൃത്തിക്ക് വലിയ വിലയുണ്ട്. ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രകടമാകുന്നത്. യോഹന്നാൻ 9:1-2 വാക്യങ്ങളിൽ ജന്മന അന്ധനായ ഒരുവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ചോദിക്കുന്നു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ? കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ദൈവം സൃഷ്ടിച്ച ഓരോ മനുഷ്യനിലും ദൈവകരത്തിൻ്റെ ശക്തി പ്രകടമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മിൽ അവിടുത്തെ ഇഷ്ടം നിറവേറാൻ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നോ? അതോ നാം ആൾ ദൈവങ്ങളായി മാറുകയാണോ? ദൈവകരത്തിൻ്റെ ശക്തി പ്രകടമാക്കാൻ അവിടുന്ന് ഈ നിമിഷം ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ച അവസരങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന വിശ്വാസം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. സഹനങ്ങൾ, രോഗപീഠകൾ, ദാരിദ്ര്യം, നിന്ദനങ്ങൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ദൈവകരത്തിൻ്റെ ശക്തിയാണ് നമ്മിൽ പ്രകടമാകുന്നത് എന്ന അവബോധം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, യഥാകാലം വെളിപ്പെടേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയണമെങ്കിൽ ശാന്തതയോടെയുള്ള കാത്തിരിപ്പും പ്രാർത്ഥനയും ആവശ്യമാണ്. ശാന്തമായി കാത്തിരിക്കുമ്പോൾ യഥാകാലം വെളിപ്പെടേണ്ടവ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.